മോനെ, ഈ വീടൊന്ന് മേലേക്ക് എടുക്കാനുള്ള ഏർപ്പാട് ചെയ്തോണ്ട് കേട്ടാ. ചെക്കൻ്റെ കല്യാണമൊക്കെ അല്ലേ വരാൻ പോണത്. ഓള് നല്ല സൗകര്യമൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. നമ്മളെ ഈ മണ്ടപ്പരയൊക്കെ മോശമാണ്. അപ്പോൾ എന്തായാലും വേഗം മേലേക്ക് എടുക്കാനുള്ള പരിപാടിയൊക്കെ നോക്ക്. കല്യാണത്തിനൊരു സംഖ്യ വരുമ്പോ ഇടക്ക് മേലേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ നോക്കട്ടെ. എന്തേപ്പോ എൻ്റെ ഉപ്പ ഉണ്ടെങ്കിൽ ഇപ്പം ഇതൊക്കെ ചെയ്യൂലേ? എനിക്കിപ്പോൾ ഉപ്പാൻ്റെ സ്ഥാനമാണ്. അപ്പോൾ ആ സ്ഥാനത്ത് നിന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. എന്താ ഒരു ടെൻഷൻ? കല്യാണമൊക്കെ അല്ലേ, വീട് മേലേക്ക് എടുക്കണം പറയണ്ട ഉമ്മ. എന്താ ചെയ്യാ? വേണ്ട വെക്കൂ, ഇതിപ്പോൾ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള വീടല്ലേ, മേലേക്കില്ല എന്നല്ലേ ഉള്ളൂ. ഇപ്പം ഈ ഭാരം നിങ്ങൾക്ക് എടുത്താൽ പൊന്തൂല. കയ്യിലും ബാങ്കിലും ഉള്ളതൊക്കെ ഈ വീടിൻ്റെ മേലെ ചിലവാക്കി കഴിഞ്ഞാൽ നാളെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? ഇപ്പം നിങ്ങൾ മേലേക്ക് എടുക്കാൻ വെച്ചിട്ടുള്ള പൈസ ഉണ്ടെങ്കിൽ അതായിട്ട് നമുക്ക് കുറച്ച് സ്ഥലം വാങ്ങിക്കാം. ഭാവിയിൽ നമുക്ക് അവിടെ ചെറിയ വീടും വെക്കാം. ആരോഗ്യമുള്ള കാലത്തെ ഇതൊക്കെ നടക്കുള്ളൂ. ഈ വീടിനും ഉമ്മാക്കും കൂടപ്പിറപ്പുകൾക്കും വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യണമുണ്ട്. അതിനിടയിൽ സ്വന്തം ഭാര്യ മക്കളടങ്ങണ നിങ്ങൾക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു കുടുംബം കൂടെ ഉണ്ട്. അതിനെപ്പറ്റിയും കൂടെ ഒന്ന് ആലോചിക്കണം. എന്നായാലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ളവരോ നമ്മൾ. അതിനു മുന്നേ നമുക്കൊരു 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് അതിലൊരു ചെറിയ വീടുണ്ടാക്കാൻ നോക്കണ്ടേ? ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അത് വാടക വീട്ടിലേക്ക് ആവരുത്, സ്വന്തം വീട്ടിലേക്ക് തന്നെ ആവണം. ഇപ്പം നിങ്ങൾ മേലേക്ക് എടുക്കാനുള്ള ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു 5 സെന്റ് സ്ഥലമെങ്കിലും മേടിക്കാം.